10 വർഷത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ വിജയശതമാനമാണ് ഈ വർഷം, അതായത് നിങ്ങളെല്ലാവരും എഴുതിയിട്ടുള്ള നമ്മുടെ SSLC എക്സാമിന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിൽ പലരും തന്നെ ചിലപ്പം പലരും കേട്ടിട്ടുണ്ടാകും, ഇപ്പോൾ പല പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ SSLC പേപ്പർ ടഫായിരുന്നു, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറി, ടെക്സ്റ്റ് ബുക്ക് മാറി, വാല്യുവേഷൻ അത്ര ലിബറൽ ആയിരുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഫുൾ A+കളുടെ എണ്ണം പകുതിയായി കുറഞ്ഞത്. ഇങ്ങനെ പല കാര്യങ്ങൾ എൻ്റെ കുട്ടികൾ കേൾക്കുന്നുണ്ടാകും. നമ്മളോട് ഇത് ചെയ്യണ്ടായിരുന്നു അല്ലേ, നമ്മൾ നല്ലപോലെ പാസ്സായി പോകേണ്ട കുട്ടികളായിരുന്നു, പക്ഷെ നമ്മളോട് എന്തിന് ഈ ചതി, അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ കുട്ടികൾ കേൾക്കിയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മക്കളെ, നമ്മളുടെ അറ്റ് ലാസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു A+കളുടെ എണ്ണം നിങ്ങളുടെ അടുത്ത +1 നിങ്ങൾക്ക് ഏത് സ്കൂളിൽ കിട്ടണം എന്നുള്ള നിങ്ങളുടെ അഡ്മിഷന് വേണ്ടി മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ ഇവിടെ നമ്മുടെ ഗവൺമെൻറ് ഇതിലൂടെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത്രേ ഉള്ളൂ, നിങ്ങളുടെ പഠന നിലവാരം ഉയർത്തുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം നോക്കിക്കഴിഞ്ഞാലും അധികം ദൂരേക്കൊന്നും പോകണ്ട, നമ്മുടെ ഒരു നീറ്റ് എക്സാം എടുത്തു കഴിഞ്ഞാൽ അതിൽ ടോപ്പ് റാങ്കിൽ വരുന്നവർ അധികം കുട്ടികളും എവിടെ നിന്നാണ്, നോർത്ത് സൈഡിൽ നിന്നാണ്, ഒരു CBSE സിലബസാണ് ഫോളോ ചെയ്യുന്നത്. ഈ CBSEയുടെ കാര്യം ഇപ്പോൾ ഈ +2 എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ CBSEയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും 100% വിജയം, 98% വിജയം, ഫുൾ A+കളുള്ള ഇത്രയും കുട്ടികളൊന്നും കാണില്ല. അവിടെ A+ന് പകരം A1 ആണ്. പക്ഷേ അവരുടെ വിജയശതമാനം ഇപ്പം തന്നെ +2ൻ്റെ വിജയശതമാനം 85.2% ടോട്ടൽ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഓക്കെ, അപ്പോൾ വിജയശതമാനം എന്നുള്ളതിനേക്കാൾ കുട്ടികളുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളൊരു തീരുമാനത്തിൽ നിന്നാണ് നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ ക്വാളിറ്റി കൂട്ടാൻ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറി, ടെക്സ്റ്റ് ബുക്ക് മാറി, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ലാസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻ്റ് എക്സാം വരുമ്പം നിങ്ങളൊരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര A+ ഉണ്ട് എന്നുള്ളതിൻ്റെ ബേസിസിലല്ല നിങ്ങളൊരു ജോലിക്ക് എടുക്കുക, നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാം പാസ്സാവുക, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. കാരണം നിങ്ങളിപ്പം SSLC വരെ നിങ്ങൾ നാഷണൽ ലെവലിലുള്ള സിലബസ് അല്ല പഠിച്ചത്, നിങ്ങൾ സ്റ്റേറ്റ് ലെവലിലുള്ള സിലബസ്, കേരള സിലബസ് ആണ് പഠിച്ചത്. നിങ്ങളെല്ലാവരും ആ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളുടെ കൂടിയാണ് കോമ്പീറ്റ് ചെയ്തത്. പക്ഷേ ഇനി +1 +2 വരുന്ന സമയത്ത് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 1 മുതൽ 10 വരെ നാഷണൽ ലെവൽ സിലബസ് പഠിച്ചിട്ടുള്ള NCERT സിലബസ് പഠിച്ചിട്ടുള്ള കുട്ടികളുടെ കൂടെയാണ്. അപ്പോൾ പല മക്കളും അല്ലെങ്കിൽ പല പാരൻസും പറയാറുള്ളൊരു കാര്യമാണ്, SSLC വരെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, +1 +2 എത്തിയപ്പോൾ എന്താണെന്ന് അറിയില്ല, അവർക്ക് മാർക്ക് കുറവാണ്, അവർക്ക് കിട്ടുന്നില്ല. പലരും അതിനെ ടീച്ചേഴ്സിനെ കുറ്റം പറയും, സ്കൂളിനെ കുറ്റം പറയും, കുട്ടികളെ കുറ്റം പറയും. പക്ഷെ അവിടെ ആരും തിരിച്ചറിയാതെ പോകുന്നൊരു കാര്യമാണ് ഈ സിലബസിലുള്ള ചേഞ്ച്. പ്രത്യേകിച്ച് മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പോകുമ്പോൾ പല കുട്ടികൾക്കും ഒരു ബാലൻസ് തന്നെ കിട്ടാറില്ല. അത് എത്ര ഉറപ്പിച്ച് ഞാൻ പറയുന്നൊരു കാര്യം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച സ്റ്റേറ്റ് സിലബസ് പഠിച്ച് +1 +2 പോയപ്പോൾ ആകെ സ്റ്റക്കായി നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പം അതേ ഒരു സിറ്റുവേഷൻ ഇനി വരുന്ന ജനറേഷനിലോ ഇനി വരുന്ന കുട്ടികൾക്കോ ഉണ്ടാവാതിരിക്കാനാണ് ഈ രീതിയിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൂട്ടി വരുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പം നിങ്ങൾക്ക് ഈ A+കളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഫൈൻ, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ക്വാളിറ്റി പക്ഷേ അതിന് മുൻപ് ഇറങ്ങിയ ബാച്ചുകളെ വെച്ച് നോക്കുമ്പോൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. ഇനി വരുന്ന കുട്ടികളിലും അത് തന്നെയായിരിക്കും സംഭവിക്കാം. കാരണം ആ ഒരു കാര്യം ഇനിയെങ്കിലും സംഭവിച്ചിട്ടില്ലെങ്കിൽ അത് +1 നിങ്ങളെല്ലാവരും സഫർ ചെയ്യും. അപ്പോൾ നമുക്ക് SSLC എക്സാം എഴുതുമ്പോൾ നല്ല രസമായിരിക്കും, നല്ല ഈസി ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയറിലുള്ള അതേ ക്വസ്റ്റ്യൻ അല്ലേ, ഫുൾ അല്ലേ. പക്ഷേ ആരാ സഫർ ചെയ്യുക അറ്റ് ലാസ്റ്റ്? നിങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സഫറിങ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാറ്റം എന്നെ മക്കൾ മനസ്സിലാക്കാം. ഇപ്പം നിങ്ങൾ മിസ് പറഞ്ഞത് കേൾക്കുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, അയ്യോ +1 ബുദ്ധിമുട്ടാണോ, സയൻസ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പേടിയാവുമെന്ന് കേട്ടിട്ട്. ഇതിൻ്റെ അർത്ഥം, മിസ് ഇത്രയും നേരം പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ നാഷണൽ ലെവലിലുള്ള കുട്ടികളുടെ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നു, നിങ്ങൾ ഭയങ്കര മോശം, അങ്ങനെയല്ല. നമുക്ക് അവിടുന്ന് ഇങ്ങോട്ടേക്ക് കയറുമ്പം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവില്ലേ, അതുണ്ടാവും. പക്ഷേ ആ സ്റ്റാർട്ടിങ് ട്രബിൾ നമുക്ക് വളരെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് ഒരു അഡീഷണൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു അഡീഷണൽ സപ്പോർട്ട് തരാൻ വേണ്ടി നമ്മളുടെ എക്സാമിനറും നമ്മുടെ അഗ്നി ബാച്ചും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഇപ്പം നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ട് ടോട്ടൽ 25 കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ പലരും തന്നെ മലയാളം മീഡിയം പഠിച്ച് നിങ്ങളെപ്പോലെ സ്റ്റേറ്റ് സിലബസ് പഠിച്ച് ദെൻ NCERT സിലബസിലേക്ക് മാറിയ ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊക്കെ എന്തുകൊണ്ട് ഇത്രയും സ്മൂത്തായിട്ട് അത് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാച്ചിൽ നമ്മൾ ബേസിക്സ് മുതൽ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ്. ഓരോ ചാപ്റ്റർ ആയാലും നമ്മൾ ആ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാകും. നിങ്ങൾക്ക് PDF ക്ലാസ് നോട്ട് ഉണ്ടാകും, PYQ വീഡിയോ സൊല്യൂഷൻ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് എക്സാമും ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റും ഉണ്ടാവും. അപ്പോൾ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ നോട്ടൊക്കെ വായിച്ച് നിങ്ങൾക്ക് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഈ ഒരു വർക്ക്ഷീറ്റിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. പിന്നെ നമുക്ക് ഓരോപ്പം എക്സാമുകൾ എഴുതാനാണ് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ NCERTയിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് ഓരോ എക്സാംസ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലും മാറ്റം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങളൊന്ന് സ്റ്റാർട്ടിങ് മുതലേ പക്ഷെ നമുക്ക് പഠിക്കണം. കാരണം പല മക്കളും
അപ്പോൾ പറയുന്നത്, അതായത് ഇപ്പം നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികളൊക്കെ മിസ്സിന് ഇൻ്റർവ്യൂ ചെയ്യാനിടയായപ്പോൾ അവരെല്ലാം പറയുന്നൊരു കാര്യം, മിസ് +2 എത്തിയപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് മുതലേ പഠിക്കണമായിരുന്നു, ഇതിലിങ്ങനെ ചെയ്യണമായിരുന്നു, വർക്ക് ഷീറ്റ് ചെയ്യണമായിരുന്നു, എക്സാംസ് അറ്റൻഡ് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ റിവിഷൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം അവർ +2 എത്തിയപ്പോഴാണ് റിയലൈസ് ചെയ്തത്. പക്ഷേ ആ കുട്ടികൾ എങ്ങനെയാണ് സംഭവം അവർ മാനേജ് ചെയ്തിട്ട് ഫുൾ മാർക്കും നല്ല റിസൾട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ, നേരത്തെ പഠിക്കുക. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ നേരത്തെ മനസ്സിലാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് +1 തന്നെ നല്ല മാർക്സ് വാങ്ങിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മിസ് +1 തന്നെ മിസ്സല്ലേ നേരത്തെ പറഞ്ഞത് മാർക്സ് എല്ലാം ഇമ്പോർട്ടൻറ്റ്. മക്കളെ, നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഫീൽഡ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നഴ്സിംഗ് പോലത്തെ ഒരു ഫീൽഡ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ മെറിറ്റാണ് നിങ്ങൾ നോക്കുക. അവിടെ കോമ്പറ്റേറ്റീവ് എക്സാം ഇല്ല. അപ്പോൾ അവിടെ നിങ്ങൾ ടോട്ടൽ +1 +2 എത്ര മാർക്സ് സ്കോർ ചെയ്തു എന്നുള്ള കാര്യമാണ് നോക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ പല കോളേജുകളിൽ, അപ്പോൾ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാം ഒന്നും താല്പര്യമില്ല, നിങ്ങൾക്ക് കോളേജിൽ പോകണം, ഇപ്പോൾ സുവോളജി BSc എടുക്കണം, BSc ബോട്ടണി കെമിസ്ട്രി ഫിസിക്സ് മാത്സ്, അല്ലെങ്കിൽ BA എടുക്കണം, കൊമേഴ്സ് എടുക്കണം, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ മാർക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല കോളേജിൽ പഠിച്ച കുട്ടികൾക്കാണ് നല്ല എക്സ്പോഷർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഇനി +1 +2 വരുമ്പോൾ മാർക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ വാരിക്കോരി കിട്ടുന്ന മാർക്കല്ല. നല്ലപോലെ കോൺസെപ്റ്റ് മനസ്സിലാക്കി നല്ലപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നല്ലപോലെ പഠിക്കുന്ന ആൾക്കാർക്ക് മാർക്ക് കിട്ടുള്ളൂ. കാരണം നല്ല സിലബസിൽ NCERT സിലബസ് ആണ്. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്കും ആകാൻ പറ്റും. പക്ഷേ നമ്മൾ കുറച്ചുകൂടി വിജിലൻ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ പഠിച്ച് മറന്നുപോകും. പക്ഷേ നമ്മളത് റിവിഷൻ ചെയ്ത് അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, കാരണം നിങ്ങൾ ആലോചിക്കാം, കേരളത്തിൽ തന്നെ ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരൊറ്റ ബാച്ചായിട്ട് വേറൊന്നും ഇല്ല എന്നാണ് മിസ്സിൻ്റെ ഒരു അറിവ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ സ്റ്റേറ്റ് ടോപ്പേഴ്സ് ആവാൻ ഇത്രയും കുട്ടികൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇനിയും ബാക്കിയുള്ള റിസൾട്ട് ഉണ്ട് കേട്ടോ, ഇത് മിസ് ഫുൾ മാർക്കാരെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും പറ്റും. ഓക്കെ, പക്ഷേ നമ്മൾ നമ്മളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കണം, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കണം, അതറിഞ്ഞ് നമ്മൾ പഠിക്കണം. അത് നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഇനി +1 +2 കൂടെ തന്നെ പൃഥ്വി യോധ പോലത്തെ നീറ്റ് JEE പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. നമുക്ക് +1 സയൻസ് ബാച്ചിൽ ബേസിക് ബാച്ചും പ്ലസ് ബാച്ചും ഉണ്ട് കേട്ടോ. പ്ലസ് ബാച്ചിലാണെന്നുണ്ടെങ്കിൽ റിവിഷൻ ബാച്ച്, ഫുൾ ബുക്ക് സെറ്റ്, ക്വസ്റ്റ്യൻ ബാങ്ക് ഫ്രീ ആയിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. ഓക്കെ, താല്പര്യമുള്ള മക്കളാണെങ്കിൽ ലേറ്റ് ആകാതിരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ റിസൾട്ടിൽ ഹാപ്പി ആവാം, സാറ്റിസ്ഫൈഡ് ആവാം. പക്ഷേ റിവാലുവേഷന് കൊടുക്കാം കേട്ടോ, ഒരു തെറ്റുമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എഫേർട്ട് ഇടുക, കണ്ടിന്യൂസ് ആയിട്ട് ഇനിയും വർക്ക് ചെയ്യുക. അത് വർക്ക് ചെയ്യേണ്ട രീതിയിൽ വർക്ക് ചെയ്യുക. ഇനിയിപ്പോൾ +1 +2 വരുമ്പോൾ ഒരു പൊടിക്ക് ഇവിടെ ഹൈ ലെവലിൽ വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.